ഹായ് ഫ്രണ്ട്സ്, ഓണം റെസിപ്പീസിൽ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെർമിസെല്ലി പായസമാണ്. സാധാരണ നമ്മൾ വെർമിസെല്ലി പായസം ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പായസം നന്നായിട്ട് കുറുകി കട്ടിയായി പോകാറുണ്ട്. എന്നാൽ ഈ പായസം ഒട്ടും തന്നെ കുറുകി പോകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായ ശേഷം വെർമിസെല്ലി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 150 ഗ്രാം വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നീളമുള്ള വെർമിസെല്ലി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. 150 ഗ്രാം വെർമിസെല്ലി നെയ്യിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. നല്ലപോലെ ഇളക്കി വറുത്തെടുക്കാം. വെർമിസെല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെർമിസെല്ലി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ലിറ്റർ പാലൊഴിക്കാം. പാലിൻ്റെ കൂടെ 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് പാല് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനായിട്ട് വറ്റി വരണം. അതിനായിട്ട് പാല് തിളപ്പിക്കാം. ഇപ്പോൾ പാല് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെ മീഡിയത്തിലേക്ക് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പാല് പൊങ്ങിപ്പോകും. മീഡിയത്തിലും ലോയിലും ഇട്ടിട്ട് പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വേണം പാല് നന്നായിട്ട് വറ്റി വരാനായിട്ട്. ഒഴിച്ച വെള്ളം മുഴുവനും വറ്റി വരാനായിട്ട് അരമണിക്കൂറെങ്കിലും എടുക്കും. മീഡിയത്തിലും ലോയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം. ഇതുപോലെ വറ്റിച്ചെടുത്തിട്ട് പായസം വയ്ക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല ടേസ്റ്റാണ്. പാലിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും, പാത്രത്തിൽ സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഈ കപ്പിൽ 2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 200 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തത്. 2 ലിറ്റർ പാലെടുക്കുമ്പോൾ 200 ഗ്രാം പഞ്ചസാര വേണം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരണം. തിളച്ച ശേഷം വറുത്ത് വെച്ച വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. വെർമിസെല്ലി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെർമിസെല്ലി ഇടുമ്പോൾ ചിലപ്പോൾ കട്ടയായിട്ടൊക്കെ കിടക്കും. അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെർമിസെല്ലി ഇനി വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം മാത്രം വേവിച്ചാൽ മതി. ഒരുപാട് സമയമായിട്ട് വേവിക്കരുത്. 10 മിനിറ്റ് സമയം വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെർമിസെല്ലി വേവിച്ചെടുക്കാം. കൈയെടുക്കാതെ ഒന്നും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ പായസം പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി വെർമിസെല്ലി വെന്തോ നോക്കാം. വെർമിസെല്ലി വെന്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി കൂടുതൽ വേവിക്കുകയാണെങ്കിൽ പായസം കുറുകിപ്പോകും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെർമിസെല്ലി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വറുത്തിടണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അല്ലെങ്കിൽ തേങ്ങ വറുത്തിടുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വെർമിസെല്ലി പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.